മട്ടാഞ്ചേരിയിൽ നിർത്തിയിട്ട കാറിന് നേരെ യുവാവിന്റെ പരാക്രമം. ഇരുമ്പ് കമ്പി കൊണ്ട് കാറിന് ചുറ്റും പോറലേൽപ്പിക്കുകയും കല്ലുകൊണ്ട് ഇടിച്ച് ഡോറിന് കേടുപാട് വരുത്തുകയും ചെയ്തു. ടെയിൽ ലാമ്പ് അടിച്ചു പൊട്ടിച്ചു. 4 ടയറുകളിലെയും കാറ്റ് അഴിച്ചുവിടുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. തെളിവ് നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും പരാതിക്കാരൻ പറയുന്നു. റാംഷാ CP ഉണ്ട് നമുക്കൊപ്പം. റാംഷാ, ദൃശ്യങ്ങൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ പക തീർക്കണമെങ്കിൽ എന്താണ് ഇയാളുടെ ദേഷ്യത്തിന്റെ കാരണം? പോലീസ് എന്തുകൊണ്ടാണ് കൃത്യമായ നടപടി സ്വീകരിക്കാൻ വൈകുന്നത്? കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊച്ചിയിലെ വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു വിശാഖും കൂട്ടുകാരും. അവർ മട്ടാഞ്ചേരി കാണാൻ പോകുന്നു. അതിനുവേണ്ടി വാഹനം ഒരു റോഡരികിൽ പാർക്ക് ചെയ്ത ശേഷം വാഹനത്തിൽ നിന്ന് ഇറങ്ങി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് വാഹനത്തിന് വലിയ നിലയിൽ കേടുപാടുകൾ സംഭവിച്ചത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ഇവർ സമീപത്തെ ഒരു CCTV പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് വാഹനത്തിന് ചുറ്റും നടന്ന് വാഹനത്തിൽ പോറലേൽപ്പിക്കുന്നതും പിന്നീട് ഹോളോ ബ്രിക്സ് കൊണ്ടുവന്ന് വാഹനത്തിന്റെ ഡോറിലും ടെയിൽ ലാമ്പിലും ഉൾപ്പെടെ ഇടിച്ച് അതിന് കേടുപാട് വരുത്തുന്നതും 4 ടയറുകളിലെയും കാറ്റുകൾ അഴിച്ചുവിടുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഈ CCTVയിൽ നിന്ന് കാണുന്നത്. ഇതിനെ തുടർന്നാണ് ഇയാൾ ആരാണ് എന്ന് ഇവർ സമീപത്തെ വീട്ടുകാരുമായി ഒക്കെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഈ സമീപത്ത് തന്നെ താമസിക്കുന്ന നഹാസ് എന്ന് പറയുന്ന അബു എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇത് എന്ന് മനസ്സിലാകുന്നത്. ഇതിനെ തുടർന്ന് ഇവർ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പരാതിയിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ ഈ പ്രതി അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ തയ്യാറായിരുന്നില്ല. ഇയാളെ ഒളിവിലാണ് എന്നാണ് പോലീസ് ഇവരോട് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ കേസിൽ ഒരു FIR ഇടാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇയാളെ പ്രതി ചേർത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന പരാതിയും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടോ? ശരി, റാംഷാ CP ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ദി ന്യൂസ് ബ്ലാസ്റ്റ്